സോഷ്യൽ മീഡിയയുടെ തിളക്കമുള്ള ലോകത്ത് നാം കാണുന്നതെല്ലാം സത്യമാണോ? ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നാം കാണുന്ന മനോഹരമായ ചിരികളും ആഡംബര യാത്രകളും തികഞ്ഞ ശരീര സൗന്ദര്യവുമെല്ലാം ഒരു വലിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കൃത്രിമത്വത്തിന് പിന്നിൽ തികച്ചും വ്യത്യസ്തമായ പച്ചയായ മനുഷ്യവികാരങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റൊരു ലോകമുണ്ട്. നവതലമുറയായ ജെൻസി കെട്ടിപ്പടുത്ത ആ ലോകത്തെയാണ് ഫിൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫിൻസ്റ്റ എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കൺമുന്നിലുള്ള കൗമാരക്കാരോ യുവാക്കളോ ഇത്തരമൊരു രഹസ്യ ഇടം കാത്തു സൂക്ഷിക്കുന്നുണ്ടാകാം. എന്താണ് ഫിൻസ്റ്റാഗ്രാം എന്നും അതെങ്ങനെയാണ് ഇന്നത്തെ ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയതെന്നും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. എന്താണ് ഫിൻസ്റ്റാഗ്രാം? നമ്മുടെ സാധാരണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് പുറമെ തുടങ്ങുന്ന രണ്ടാമത്തെ രഹസ്യ അക്കൗണ്ടാണിത്. ഇതിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. സാധാരണയായി 50-100 എണ്ണത്തിൽ താഴെ മാത്രം. വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും വിശ്വസ്തർക്കും മാത്രമേ ഈ അക്കൗണ്ടിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ. ഇൻസ്റ്റാഗ്രാം എന്ന വാക്കിനോട് ഫേക്ക് എന്ന പദം ചേർത്താണ് ഫിൻസ്റ്റാഗ്രാം എന്ന പേര് രൂപപ്പെട്ടത്. ഇതിൽ ഫേക്ക് എന്നുണ്ടെങ്കിലും വിരോധാഭാസം എന്ന് പറയട്ടെ, ഒരു വ്യക്തിയുടെ ഏറ്റവും യാഥാർത്ഥമായ, അതായത് ഓതന്റിക്കായ വശങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇവിടെയാണ്. ഒരു ശരാശരി ഇൻസ്റ്റാഗ്രാം ഉപയോക്താവ് തൻ്റെ പ്രൊഫൈലിൽ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കാറുണ്ട്. ചിത്രത്തിൻ്റെ വെളിച്ചം, ആംഗിൾ, അതിൽ ഉപയോഗിക്കുന്ന ഫിൽറ്ററുകൾ, ക്യാപ്ഷനിലെ ഗൗരവം എന്നിങ്ങനെ എല്ലാം തികഞ്ഞതായിരിക്കണം എന്നൊരു നിർബന്ധം അവിടെയുണ്ട്. ഇതിനെയാണ് റിൻസ്റ്റ അല്ലെങ്കിൽ റിയൽ ഇൻസ്റ്റാഗ്രാം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ പെർഫെക്ഷൻ നൽകുന്ന സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യുവാക്കൾ ഫിൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ തുടങ്ങുന്നത്. ഇത് കേവലം ഒരു സെക്കൻഡറി അക്കൗണ്ട് മാത്രമല്ല, മറിച്ച് ഡിജിറ്റൽ യുഗത്തിലെ ഒരു സ്വകാര്യ ഡയറി കൂടിയാണ്. ഫിൻസ്റ്റാഗ്രാമിൻ്റെ ഉദയം സോഷ്യൽ മീഡിയ നൽകുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിരോധമായി കാണാവുന്നതാണ്. ലൈക്കുകളുടെ എണ്ണവും ഫോളോവേഴ്സിൻ്റെ വർധനവും ഒരാളുടെ സാമൂഹിക പദവിയെ നിശ്ചയിക്കുന്ന ഒരിടത്ത് തോൽവികളും വിഡ്ഢിത്തരങ്ങളും പങ്കുവയ്ക്കാൻ ആരും മുതിരില്ല. എന്നാൽ മനുഷ്യസഹജമായ വികാരങ്ങളെല്ലാം എപ്പോഴും സന്തോഷം മാത്രമുള്ളതല്ലല്ലോ. താനൊരു പരീക്ഷയിൽ പരാജയപ്പെട്ടതോ, മുടി ചീത്തയായ രീതിയിൽ മുറിച്ചതോ, അല്ലെങ്കിൽ വെറുതെ കിടന്ന് കരയുന്നതോ ആയ ചിത്രങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവയ്ക്കാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമടങ്ങുന്ന ഒരു ചെറിയ വൃത്തത്തിലേക്ക് ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഫിൻസ്റ്റ സഹായിക്കുന്നു. ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുന്നതും വീടിൻ്റെ ഉമ്മറത്ത് സുഹൃത്തുക്കളുമായി തമാശ പറയുന്നതും തമ്മിലുള്ള അത്രയും വ്യത്യാസം റിൻസ്റ്റയും ഫിൻസ്റ്റയും തമ്മിലുണ്ട്. എന്തുകൊണ്ടാണ് ഫിൻസ്റ്റാഗ്രാം ഇത്രയേറെ രഹസ്യ സ്വഭാവം പുലർത്തുന്നത് എന്ന് നോക്കിയാൽ അതിനു മുന്നിൽ വ്യക്തമായ സാമൂഹിക കാരണങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് മുതിർന്നവരും മാതാപിതാക്കളും അധ്യാപകരും തൊഴിലുടമകളുമെല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ നീക്കവും നിരീക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഇത് നൽകുന്നു. ഒരു തൊഴിൽ അഭിമുഖത്തിന് പോകുമ്പോൾ കമ്പനി നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പരിശോധിച്ചേക്കാം. അവിടെ നിങ്ങളുടെ ഗൗരവകരമായ വശങ്ങൾ മാത്രം കാണിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക. എന്നാൽ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾ തികച്ചും വ്യത്യസ്തനായിരിക്കും. ഈ വ്യക്തിത്വ വിഭജനത്തെ ഉൾക്കൊള്ളാൻ ഫിൻസ്റ്റ അക്കൗണ്ടുകൾ സഹായിക്കുന്നു. വളരെ കുറഞ്ഞ ഫോളോവേഴ്സ്, അതായത് 10-20 പേർ മാത്രം തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഫിൻസ്റ്റാഗ്രാമിലെ ഉള്ളടക്കം പരിശോധിച്ചാൽ അത് പലപ്പോഴും വിചിത്രമായി തോന്നാം. എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോകൾ, മുഖം വികൃതമാക്കിയെടുത്ത സെൽഫികൾ, അതുപോലെ അർദ്ധരാത്രിയിലെ ചിന്തകൾ, മീമുകൾ, സ്വകാര്യമായ തമാശകൾ എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇവിടെ ഹാഷ്ടാഗുകളുടെയോ ട്രെൻഡിംഗ് മ്യൂസിക്കിൻ്റെയോ ആവശ്യമില്ല. സത്യത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിഭാവനം ചെയ്ത കണക്ടിവിറ്റി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നടക്കുന്നത് ഇത്തരം രഹസ്യ അക്കൗണ്ടുകളിലാണ്. യാതൊരു മുൻവിധികളുമില്ലാതെ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരിടം. ഇന്നത്തെ കാലത്ത് അത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു. സൈബർ ബുള്ളിയിങ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കാനും ഈ സുരക്ഷിതമായ ഇടം അവരെ സഹായിക്കുന്നു. എങ്കിലും ഫിൻസ്റ്റാഗ്രാം സംസ്കാരത്തിന് ചില നെഗറ്റീവ് വശങ്ങളുമുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വ്യക്തിക്ക് 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ കൊണ്ടു നടക്കേണ്ടി വരുന്നത് മാനസികമായ ഇരട്ടത്താപ്പിന് കാരണമായേക്കാം. ലോകത്തിന് മുന്നിൽ തികഞ്ഞവനായി അഭിനയിക്കുകയും ഉള്ളിൽ അസ്വസ്ഥനായിരിക്കുകയും ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യക്തിത്വ വികാസത്തെ ബാധിച്ചേക്കാം. കൂടാതെ ഫിൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ രഹസ്യമായതുകൊണ്ട് തന്നെ അതിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവർ തന്നെ ഈ ചിത്രങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഡിജിറ്റൽ ലോകത്ത് ഒന്നും പൂർണ്ണമായും രഹസ്യമല്ല എന്ന തിരിച്ചറിവ് ഇവിടെ പ്രധാനമാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഫിൻസ്റ്റാഗ്രാം ഒരു വെല്ലുവിളിയാണ്. തങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. പലപ്പോഴും മക്കളുടെ പ്രധാന അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്ന മാതാപിതാക്കൾ അവർ സുരക്ഷിതരാണെന്ന് കരുതി സമാധാനമായിരിക്കുന്നു. എന്നാൽ ആരും കാണാത്ത മറ്റൊരു അക്കൗണ്ടിൽ അവർ എന്ത് പങ്കുവയ്ക്കുന്നു എന്നത് പലപ്പോഴും നിഗൂഢമായി തുടരുന്നു. ഇത് തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയ വിടവ് വർദ്ധിപ്പിക്കുന്നു.
എന്നാൽ ഇതിനെ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ശ്രമിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഇത്തരം ഇടങ്ങൾ എന്തിനാണ് വേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് മുതിർന്നവർ ശ്രമിക്കേണ്ടത്. സ്വകാര്യതയോടുള്ള അവരുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക എന്നതാണ് പോംവഴി. ഫിൻസ്റ്റാഗ്രാം എന്ന പ്രതിഭാസം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. വരും കാലങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സ്വകാര്യതയുള്ള ഇടങ്ങളിലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. പബ്ലിക് പ്രൊഫൈലുകളേക്കാൾ ഗ്രൂപ്പുകൾക്കും കമ്മ്യൂണിറ്റികൾക്കും പ്രാധാന്യം ലഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ പണ്ടുകാലം മുതലേ ചെറിയ കൂട്ടങ്ങളായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ആദിമ ഗോത്രങ്ങൾ പോലെ ഡിജിറ്റൽ ലോകത്തും ചെറിയ ഗോത്രങ്ങൾ രൂപപ്പെടുകയാണ്. അവിടെ വലിയ നിയമങ്ങളില്ല, വലിയ ആൾക്കൂട്ടമില്ല, മറിച്ച് പരസ്പര വിശ്വാസമുള്ള കുറച്ചാളുകൾ മാത്രം. ചുരുക്കത്തിൽ ഫിൻസ്റ്റാഗ്രാം എന്നത് വെറുമൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ല. അത് ആധുനിക മനുഷ്യൻ്റെ സ്വത്ത് പ്രതിസന്ധിയുടെയും അതുപോലെ സ്വകാര്യതയിലേക്കുള്ള പോരാട്ടത്തിൻ്റെയും അടയാളമാണ്. എല്ലാവരും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സ്വയം ആയിരിക്കാൻ ഒരിടം കണ്ടെത്തുക എന്നത് ചെറിയ കാര്യമല്ല. ഫിൻസ്റ്റയിലൂടെ ജെൻസി ചെയ്യുന്നതും അതുതന്നെയാണ്. തിളക്കമുള്ള സ്ക്രീനുകൾക്ക് പിന്നിലെ യഥാർത്ഥ മനുഷ്യനെ അവർ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നു. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ചിത്രം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അതിൻ്റെ ആഴങ്ങളിൽ കാണാത്ത മറ്റൊരു ലോകമുണ്ടെന്നും ഫിൻസ്റ്റാഗ്രാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഡിജിറ്റൽ മാറ്റത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് പ്രധാനമാണ്. ഇത് വെറും കൗമാര ചാബല്യമാണെന്ന് തള്ളിക്കളയാതെ മാറുന്ന ലോകത്തെ ആശയവിനിമയ രീതിയായി ഇതിനെ കാണേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കളോ സുഹൃത്തുക്കളോ ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള വാതിലാണെന്ന് തിരിച്ചറിയുക. അവർക്ക് സുരക്ഷിതമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരം രഹസ്യ ഇടങ്ങളുടെ ആവശ്യം കുറഞ്ഞേക്കാം. സാങ്കേതികവിദ്യ വളരുമ്പോഴും മനുഷ്യബന്ധങ്ങളിലെ സത്യസന്ധത നിലനിർത്താൻ ഇത്തരം പരീക്ഷണങ്ങൾ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.